പെന്തക്കോസ്റ്റ് കള്ളനാണയങ്ങൾ എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻ സെലിറ്റി എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർക്ക് സ്വാഗതം. സത്യത്തിന്റെ മുഖം വളരെ വികൃതമാണ്. അതുകൊണ്ട് പലപ്പോഴും സത്യം പറയുമ്പോൾ പറയുന്ന ആളിന്റെ മുഖവും വികൃതമാകും, അല്ലെങ്കിൽ ആക്കും. ആ ഒരു ഭീതിയിൽ എപ്പോഴും സത്യത്തെ മറച്ചു വെക്കുന്നതും ഒരു ശരിയായ കാര്യമല്ല. അത് നമ്മുടെ മനസാക്ഷിയോടുള്ള നീതി പുലർത്താൻ കഴിയാത്ത ഒരു അനുഭവവും, മറിച്ച് അതുപോലെ ഈ നമ്മുടെ ഓഡിയൻസിനോട്, പബ്ലിക്കിനോട് ഉള്ള ഒരു നീതിയില്ലാഴികയുമാണ്. സമൂഹത്തിൽ നടക്കുന്ന ധാരാളം തെറ്റായ പ്രവണതകൾ, അത് ആളുകൾ തിരിച്ചറിഞ്ഞ് അതിനോട് എങ്ങനെയുള്ള സമീപനമാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ കൂടുതലായും എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത്. കൂടുതലായിട്ടും ഇന്റർനാഷണൽ ഇഷ്യൂസ് സംസാരിക്കുന്നതിനാണ് എനിക്കിഷ്ടം. പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യങ്ങളാണെങ്കിൽ അത് പറയാതിരിക്കണമെന്നുള്ള അതിന്റെ കാരണം കേരളത്തിലെ കാര്യങ്ങൾ പറയാൻ കൊള്ളരുതാത്തതാണെന്നുള്ളതല്ല, മറിച്ച് ധാരാളം ആളുകൾ പറയുന്നുണ്ട്. അത് സഫിഷ്യന്റ് ആണ്, അതിന് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. മറിച്ച് എൻ്റെ ഒരു വീക്ഷണം പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ. ഇന്ന് ഈ ക്രിസ്ത്യ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ക്രിസ്ത്യാനിയുടെ പേരിൽ ഈ അഡ്വാൻസ്ഡ്, മോഡേണൈസ്ഡ്, ഈ ഹൈ ലെവൽ ഫെയ്ത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ അവതരിച്ചിരിക്കുന്ന ന്യൂജൻ എന്ന പേരിലുള്ള ഈ ക്രിസ്ത്യൻ റിവൈവൽ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് റിവൈവൽ എന്ന വേർഡ് കൊണ്ട് വിളിക്കാൻ പറ്റത്തില്ല. റിവൈവൽ എന്ന വേർഡിന്റെ അർത്ഥം നമുക്കറിയാമെങ്കിൽ അതൊരിക്കലും റിവൈവൽ അല്ല. ഇനി റെവല്യൂഷൻ എന്ന് പറയാനും പറ്റത്തില്ല, കാര്യം അതൊരു റെവല്യൂഷനും അല്ല. ഇനിയും ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഈ കാൻകർ എന്നൊരു വേർഡുണ്ട് ഇംഗ്ലീഷിൽ, കാൻകർ, CANKER, കാൻകർ. ഒരു പെന്തക്കോസ്റ്റ് കാൻകർ നമ്മൾ ഇതിനെ വിളിച്ചാൽ അത് ശരിയായിരിക്കും. ഇനി കാൻകർ എന്ന് നിങ്ങൾക്ക് അർത്ഥം അറിയാമെന്ന് എൻ്റെ വിശ്വാസം. എന്നാലും ഞാനൊന്ന് നിങ്ങൾക്ക് പറയാം. ഒരു വലിയ വൃക്ഷത്തിൻ്റെയൊക്കെ അകത്ത് തുളച്ചു കയറുന്ന ഒരു തണ്ടുപളപ്പൻ പുഴുവാണ് ഈ കാൻകർ എന്ന് പറയുന്നത്. ഈ മഹാവൃക്ഷത്തിന് ആളുകൾ ദൂരെ നിന്ന് നോക്കും. വളരെ മനോഹരമാണ്, നല്ല വൃക്ഷമാണ്. ചിലതിൻ്റെ തണലിൽ വന്നിരിക്കും, നല്ല തണൽ കിട്ടുന്നതിനും ഒക്കെ പക്ഷികൾ കൂടുകൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ തണ്ടുപളപ്പൻ പുഴു എന്നൊരു സാധനം ഇരിക്കുക. നമ്മൾ വൃക്ഷത്തിന്റെ അതിന്റെ ട്രങ്കിൽ സൂക്ഷിച്ച് നോക്കി നല്ലോണം ഒബ്സർവ് ചെയ്താൽ ഒരു ചെറിയൊരു കിഴുത്തയും അതിനൊരു ചെറിയ ഒരു ദ്രാവകം പോലെ സാധനം ഇങ്ങനെ ചെറുതായിട്ട് നൊലിക്കുന്നത് കാണാം. അത്രയേ ഉള്ളൂ. അതാണ് തണ്ടുപളപ്പൻ പുഴു ഉണ്ടെന്നറിയുന്നത്. ഇവൻ അതിനകത്തിരുന്ന് ഈ വൃക്ഷത്തിന്റെ ട്രങ്ക് ഉണ്ടല്ലോ, അതിന്റെ ആ കാമ്പുണ്ടല്ലോ, മരത്തിന്റെ, അത് തിന്നുകൊണ്ടിരിക്കുക. ആരും അറിയുന്നില്ല. പക്ഷെ വൃക്ഷത്തിന് മാത്രം അറിയാം, എൻ്റെ വേദനയും അറിയാം. ഒരു ദിവസം ഈ വലിയ പടുവൃക്ഷം കടവഴുകി വീഴുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ എന്തുവായിരുന്നു ഇതിന്റെ കാരണമെന്ന്. ഇതുപോലെ ക്രിസ്ത്യാനിറ്റിയെ, ഇന്ന് നിലനിന്നുള്ള ലോകത്ത് കാണുന്ന ക്രിസ്ത്യാനിറ്റിയെ ഒരു ദിവസം മുച്ചൂടെ മുടിച്ച് കടവഴുകി എറിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് ഇന്ന് ന്യൂജൻ എന്ന പേരിൽ അവതരിച്ചിരിക്കുന്നതായ ക്രിസ്തീയ ഉണർവ് കൂട്ടായ്മകൾ എന്ന് പറയുന്നത്. അതിനെ ചില യൂട്യൂബേഴ്സ് അതിനെ പൈശാചിക കൂട്ടായ്മകൾ എന്ന് പറയും, പൈശാചിക കേന്ദ്രങ്ങൾ എന്ന് പറയും. ഈ പൈശാചിക കൂട്ടായ്മയും പൈശാചിക കേന്ദ്രങ്ങളും അതിനെപ്പറ്റി പറയുന്നതാണ് ഏറ്റവും നല്ല ടെർമിനോളജി. അതിനൊക്കെ നല്ലൊരു ടെർമിനോളജി ഞാനിപ്പോൾ പറയാനില്ല. അവിടെ പോകുന്ന ആളുകളെയും ചില യൂട്യൂബേഴ്സ് പറയുന്നത് മൊണ്ടക്കുഞ്ഞാടുകൾ എന്നാണ്. ഈ മൊണ്ടക്കുഞ്ഞാടുകൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ അത്രയും ഒരു വേർഡേ ഉള്ളൂ. നമുക്ക് അതിനേക്കാൾ കുറെ കൂടെ കാഠിന്യമുള്ള ആയ ഒരു ടെർമിനോളജി ഉപയോഗിക്കേണ്ടതാണെങ്കിലും ഇല്ല. പിന്നെ നമ്മൾ അതുകൊണ്ട് തൃപ്തരാകെ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
ഒരാൾക്ക് എന്തോ ഒരു ബോധോദയം ഉണ്ടാകുന്നു, ഒരു ബോധോദയം. ഈ ബോധോദയത്തിന്റെ പേരിൽ ഇയാള് ഈ അന്യഭാഷയാണ് എന്ന് പറയുന്ന രീതിയിൽ കുറെ സംഗതികളൊക്കെ എഴുതിയുണ്ടാക്കി ഈ കടുകൾക്കൊന്ന് പോലെ പറഞ്ഞുകൊണ്ട് ഈ കുറെ പ്രാർത്ഥന യോഗങ്ങൾ നടത്തും. ഇതിനകത്ത് ചില ആളുകൾ വന്ന് അവർക്ക് അത്ഭുത രോഗശാന്തിയും വിടുതലും ഉണ്ടാകും. അവര് തങ്ങൾക്ക് രോഗശാന്തി ഉണ്ടായി, വിടുതലുണ്ടായി എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. അവിടെ ഭയങ്കര ആത്മപ്രവർത്തനം നടക്കുന്നു എന്ന് അവർ പറയും. അത് 100% ശരിയാണ്. 100% അവിടെ ആത്മപ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ ഓടിക്കൂടുകയും, ഈ ക്രിസ്ത്യാനിറ്റി സഹജമായ ഒരു സ്വഭാവമാണ്. എന്ത് ഒരാൾ ക്രിസ്ത്യാനിറ്റിയിൽ ചെയ്താലും ആ ആളിനെ ഭൗതികമായ ആളുകൾ ആദരിക്കും, പണം കൊടുത്ത് സഹായിക്കും. അതിന് ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അബ്സല്യൂട്ട്ലി നോട്ട്. ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അയാളെ സാമ്പത്തികമായിട്ട് സഹായിക്കും. അത് ക്രിസ്ത്യൻ വേൾഡിന്റെ ഒരു സ്വഭാവമാണ്. ചിലരാണെന്നുണ്ടെങ്കിൽ അവർ കിട്ടുന്നുണ്ടാണെന്ന് കുറച്ച് ആവശ്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും, അത് പറഞ്ഞ് കൂടുതൽ പൈസ മേടിക്കുകയും ചെയ്യും. അപ്പം ഈ സെന്റർ വളർന്നിട്ട് പിന്നെ ചെയ്യുന്നത്, അപ്പൊ ധാരാളം പ്രശ്നങ്ങളുള്ള ആളുകളിലേ വരുന്നത്. ആ പ്രശ്നങ്ങളുടെ മൂലകാരണം അറിയാതെ അവർക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല. ഇവർ ഭയങ്കര ഈ പ്രശ്നം എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കി കണ്ടെത്തിയിട്ട് അതിന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പം അതിനുവേണ്ടിയുള്ള കൗൺസിലിംഗ് സെന്ററൊക്കെ അതിന്റെ പുറകിൽ രഹസ്യ അറകളുണ്ട്. അതിനകത്ത് പിന്നെ ഈ കൂടുതൽ കൗൺസിലിംഗ് വേണ്ടി പെണ്ണുങ്ങൾക്കാണല്ലോ. ഞാൻ ഈ സഹോദരിമാരെന്നും സ്ത്രീകളെന്നും ഒക്കെയുള്ള നല്ല പ്രയോഗങ്ങൾ മലയാള ഭാഷയിൽ ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത്. കാരണം ബൈബിളിൽ ഒരു പ്രയോഗമുണ്ട്, എത്ര പഠിച്ചാലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ. നമ്മുടെ യോഗങ്ങൾ കൂടി വരുന്ന നമ്മുടെ സ്ത്രീ സമൂഹത്തെ വിശുദ്ധ സ്ത്രീകളെന്ന് സംബോധന ചെയ്യാവൂ എന്നാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ വേട്ടവല ഫിലിപ്പോസ് സ്വദേശി എന്ന മഹാനായ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചത്. വിശുദ്ധ സ്ത്രീകൾ എന്ന് പറയാം, അത്ര ബഹുമാനമായിരിക്കും നമ്മളവരോട്. സ്ത്രീകളൊന്നും ഊരും പറയരുത്, സഹോദരിമാർ ഊരും പറയരുത്, വിശുദ്ധ സ്ത്രീകൾ, അവരങ്ങനെയാണ്. ഇത് എത്ര പഠിച്ചാലും സത്യത്തിന് പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ. ഇവളെ വഷളാക്കാൻ വളരെ എളുപ്പമാണെന്ന് തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇവളമാരെ വഷളാക്കാൻ, അല്ല തന്നെ ഇവന്മാരെ വഷളായിക്കോളും, വളരെ എളുപ്പമാണ്. അപ്പം ഇത് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. ഇവിടെ ലോകം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ദ ഫസ്റ്റ് തിങ് ഐ വാണ്ട് ടു ടെൽ യു, ഡോണ്ട് ടേക്ക് ദം ഫോർ പെന്തക്കോസ്റ്റ്. ഇവർ പെന്തക്കോസ്തുകാരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവർ പെന്തക്കോസ്തുകാരല്ല. 2, ഇവരെ ഇടയന്മാരെന്ന്, പാസ്റ്റർ എന്ന് വിളിക്കരുത്. കാരണം പാസ്റ്റർ എന്ന് ഇവരുടെ അർത്ഥം ഇടയൻ എന്നാണ്. ഇടയന് 2 ഡ്യൂട്ടിയാണുള്ളത്. ഒന്ന്, ഇടയൻ ആടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പ്രെഡിറ്റേഴ്സ് അതിനെ പിടിച്ചുകൊണ്ട് പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. 2, ഇടയൻ അതിനെ ഫീഡ് ചെയ്യുന്നു. ഈ 2 ഡ്യൂട്ടിയുള്ളൂ. ഈ 2 ഡ്യൂട്ടിയിൽ 2 കാര്യങ്ങൾ ഇടയൻ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു മൃഗത്തെ, ഒരു ആടിനെ ഒരു പ്രെഡിറ്റർ പിടിച്ചുകൊണ്ട് പോയാൽ ഇയാൾ ഓടി 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 അവസാനം ഇതെവിടെ ചെന്നു, അവിടെ വരെ ഓടി ചോരപ്പാട് കണ്ട് ഓടി 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 ഇയാൾ കണ്ടെത്തുമ്പോഴേക്ക് ഒരു പക്ഷെങ്കിൽ ഒരു ചെവിയോ ഒരു കാലിന്റെ ഒരറ്റം മാത്രമേ ഇടേന്റെ കിട്ടത്തുള്ളൂ. ഇടേൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് എടുക്കും, അത് കളയത്തില്ല. അത് എടുത്തുകൊണ്ട് എന്തെന്നറിയാമോ? യജമാനെ കാണിക്കാൻ. എൻ്റെ അർത്ഥം എന്താ? ഇത് ഇയാളുടെ ആടുകളല്ല, വേറെ യജമാനൻ ഏൽപ്പിച്ചതാണ്. ആ യജമാനോട് കണക്ക് കൊടുക്കണം. ഞാൻ നിന്നെ ഏൽപ്പിച്ച ആടുകൾക്ക് എന്ത് സംഭവിച്ചു? 100 ആടുകൾ ഉണ്ടായിരുന്നു, 99 ഉള്ളല്ലോ, ഒന്നിനെന്ത് പറ്റി? ഇതാ കാണിക്കുക. ഞാൻ ഓടി 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 ഓടി
ഇതെങ്കിലും കിട്ടുന്നത് വരെ ഞാൻ ഓടി കണ്ടെത്തി. ഇതാ യജമാന്റെ കണക്ക്. ആ എക്സ്റ്റെന്റ് വരെ ആടുകളെ സംരക്ഷിക്കണം. ഇനി യജമാനൻ പറയും തന്റെ ആടുകളെ എങ്ങനെ ഫീഡ് ചെയ്യണം, എന്തേ കൊടുക്കാമെന്ന്, എന്ത് കൊടുക്കരുതെന്ന്, എന്ത് കൊടുക്കാമെന്ന്. ഇവന്റെ ഇഷ്ടത്തിന് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഇടയൻ. പക്ഷെ നമ്മൾ ഈ കാണുന്ന കാട്ടെന്ന് പറഞ്ഞാൽ ഇവര് ആട്ടിടയന്മാരല്ല, ഇവന്മാര് ഈ കശാപ്പുകാരന്മാരാണ്. ഇവന്മാർ ഓരോന്നിനെ കശാപ്പ് ചെയ്യുകയാണ്. ഇവരെ പറ്റി കർത്താവ് പറഞ്ഞു, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കളാണ് ഇവര്. കൊടിയ ചെന്നായ്ക്കളാണ് ഇവര്. പിൻവാതിൽ കൂടെയാണ് വരുന്നത്. ഇവര് ഫ്രണ്ടിലെ വാതിൽ കൂടെ ഒരിക്കലും വരത്തില്ല. കാരണം ഒരാളെ അച്ഛൻ അല്ലെങ്കിൽ ഉപദേശിയാക്കുന്ന ഒരു പ്രോസസ് എസ്റ്റാബ്ലിഷ് ചർച്ചസിനുണ്ട്. അതാണ് മുൻവാതിൽ എന്ന് പറയുന്നത്. ഓരോ ചർച്ചിനും ഡിഫറെൻ്റ് ആണ്, പക്ഷെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടുമാണ്. ഇപ്പം മാർത്തോമ സഭയിൽ ഒരാൾക്ക് ഒരു കുപ്പായം തയ്ച്ചിട്ടൊന്നും അച്ഛനാകാനൊക്കത്തില്ല. ഒന്ന് നോക്കണം അങ്ങോട്ട് ചെന്ന്, അപ്പോഴറിയാൻ എൻ്റെ വിഷമം എന്താണെന്ന്. കത്തോലിക്ക കൊണ്ട് ചെന്ന് നോക്കി, ഒരു കുപ്പായം തയ്ച്ചോണ്ട് ഞാൻ തയ്ച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അവനെ ആക്കുമോ? ഇത് മറ്റേ ഇതല്ല. ഒരു സംഗീതം അങ്ങ് അടിച്ചിട്ടാൽ മതി. ഇപ്പം പിന്നെ വെള്ളം ഒളിപ്പൊന്നും വേണ്ട. ഒരു 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 അണ്ടർവെയർ പോലത്തെ ഇത്ര ഒരു ട്രൗസറും അങ്ങും ഇങ്ങും എത്താത്ത ഒരു ടീഷർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി മോഡേൺ വാഞ്ചലിസ്റ്റ് ആയി കഴിഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വൃത്തിയായിട്ട് കുറച്ച് ഇംഗ്ലീഷും പറയണം. ഗാഡ് എന്നൊക്കെ പറഞ്ഞു. ഗോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ശരിയല്ല, ഗാഡ് എന്നൊക്കെ പറയണം. അപ്പം എന്തോ വലിയ അഭിഷക്തനാന്ന് ആൾക്കാർ വിചാരിച്ചോളും. അപ്പം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാതെ വേറെ വഴിയായി വരുന്ന, മനസ്സിലായോ, വേറെ വാതിൽ കൂടെ കിടക്കുന്ന കൊടിയ ചെന്നായ്ക്കളാണ് ഇവര്. ഇവരെന്തിനാ ഈ പ്രസ്ഥാനം തുടങ്ങിയത്? ഓരോന്നിനെ കണ്ടിച്ചു തിന്നാൻ. ഓരോന്നിനെ കണ്ടിച്ചതിന്. അടുത്തത്, ഇവിടെ നടക്കുന്ന വിടുതൽ ശരിയാണെന്നും രോഗശാന്തിയും അത്ഭുതങ്ങളും ശരിയാണെന്നും അത് ഭയങ്കര ആത്മീയ കൂട്ടായ്മ തന്നെയാണ് എന്നും ഞാൻ പറഞ്ഞു. അതാണെന്ന് സ്ഥിരീകരിക്കാൻ പോകും. ഒന്നാമത്തെ കാര്യം, അവിടെ ആത്മീയ കൂട്ടായ്മയാണ്. പക്ഷെ ഏത് ആത്മാവ് എന്നുള്ളതാണ്. അവിടെ നടക്കുന്ന ആത്മാവിന്റെ പേര് ദൈവത്തിന്റെ ആത്മാവെന്നല്ല, മറിച്ച് ദുഷ്ടന്റെ അതർ സ്പിരിറ്റ്സ് എന്നാണ്. യോഹന്നാൻ അതിനെപ്പറ്റി ലേഖനം എഴുതാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ അനേക ആത്മാക്കൾ ഭൂമിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇത് എതിർ ക്രിസ്തുവിന്റെ ദുഷ്ടന്റെ സാത്താന്റെ ആത്മാവാണ്. ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. അടുത്തത്, ഈ പാസ്റ്റർ എന്ന് പറയുന്ന ഇവൻ പാസ്റ്റർ അല്ല, ഇവൻ സാത്താൻ സേവക്കാരനാണ്. ഇവൻ സാത്താൻ പാസ്റ്ററാണ്. ഇവന്റെ മേലുള്ള അഭിഷേകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അല്ല, സാത്താന്റെയാണ്. എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയാവുന്നത്? ഒരാൾ യഥാർത്ഥ ദൈവഭക്തൻ, ദൈവവേലക്കാരനാണെന്നിരിക്കട്ടെ, അയാളുടെ ഒന്നാമത്തെ റിക്വയർമെന്റ്, ഒരാൾ സുവിശേഷകനാകാൻ ഉള്ള ഒന്നാമത്തെ റിക്വയർമെന്റ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഭയത്തോടെ ദൈവത്തെ സേവിക്കുക, വിറയലോട് ഘോഷിച്ചുല്ലസിക്കുക. അപ്പം ദ സ്പിരിറ്റ് ദാറ്റ് കൺട്രോൾസ് ഹിം എ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ഗോഡ്. ദൈവഭയം എന്നുള്ളതാണ് അവിടെ ഭരിക്കുന്നത് മുഴുവനും. ദൈവഭയം എന്നുള്ളതാണ് ഭരിക്കുന്നത് മുഴുവനും. എനിക്ക് എൻ്റെ ബോയ്ഹുഡ് ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു കൂട്ടുകുടുംബം, ഒരു വലിയ ഫാമിലിയിൽ ജനിച്ച ആളാണ്. ഞങ്ങൾ 5 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കി അടിയും ചിടിയും ബഹളവും എന്ന് വേണ്ട സകല കുരുത്തക്കേട് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദർ ഒരു കല്ലുവെട്ടുകാരനാണ്. അദ്ദേഹം സന്ധ്യയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് ആറ്റിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നത്. അച്ഛൻ വീടിൻ്റെ അടുത്ത 6 ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കും. അതിൻ്റെ അർത്ഥം ഞാൻ വരുന്നു എന്നാണ്. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം നല്ല പച്ചപ്പാവങ്ങളാണ്. ഞങ്ങളെ പോലെ വെൽ ബിഹേവിങ് ചിൽഡ്രൻ ലോകത്തില്ല. എല്ലാവരും അവരോട് പോയിരിക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, പഠിക്കുന്നു, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, വലിയ സംഗതികളാണ്. വളരെ വെൽ ബിഹേവിങ്. ഇല്ലെന്നുണ്ടല്ലോ, ഒയ്യോ പിന്നെ ഞങ്ങളുടെ ലോകമാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ ഫാദർ ടെററിസ്റ്റ് ആണെന്നും മിണ്ടിപ്പോയി ഞങ്ങളെ തല്ലിക്കൊല്ലുമെന്നല്ല.
ദാറ്റ് ഹൈ ലെവൽ റെസ്പെക്റ്റ് ആണ്, ഹൈ ലെവൽ ആദരവാണ്, പിതാവെന്ന് ആദരവാണ്. 2015 അദ്ദേഹം മരിച്ചുപോയി. അന്ന് 85 വയസ്സുണ്ട്. ഈ 85 വയസ്സ് വരെയും ഞങ്ങൾ അദ്ദേഹത്തോട് ആദരവ് നിലനിർത്തിയിരുന്നു. പെർഫെക്റ്റ് ലവ് ആൻഡ് റെസ്പെക്ട്. ദൈവം ചോദിക്കുന്നു, ഞാൻ പിതാവെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ നിങ്ങളുടെ ന്യായാധിപതിയെങ്കിൽ എന്നോടുള്ള ആദരവ് എവിടെ? മലാഖി പ്രവചനത്തിൽ ചോദിക്കുക. നിങ്ങൾ ഇവന്മാരുടെ പൈശാചി കൂട്ടായ്മ പോണം, എന്നിട്ട് ഇവരുടെ മുഖത്തൊന്ന് നോക്കണം. ദൈവഭയം എന്നുള്ളത് ഇവരുടെ ആരുടെയെങ്കിലും മുഖത്ത് നേരിലേക്ക് നിൽക്കൊന്ന് കാണാമോ? റെസ്പെക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഇവരുടെ ടെർമിനോളജിയിലോ, ഇവരുടെ വെക്കാബുലറിയിലോ, ഇവരുടെ ഭാഷയിലോ, ഇവരുടെ സംസാര രീതിയിലോ, ഇവരുടെ ബോഡി ലാംഗ്വേജിലോ, ഇവരുടെ പെരുമാറ്റത്തിലോ ഒരൊറ്റ ഒരുത്തനിൽ നിൽക്കുന്ന കാണിക്കാൻ ഒരൊറ്റ ഒരുത്തനില്ല. ഐ ഹാവ് നോട്ട് സീൻ. ഞാൻ ഇങ്ങനെ കുറേ സെന്ററിൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയല്ല, ഇവിടെ നടക്കുന്നതെന്ന് കാണുന്നതിന് വേണ്ടി. അറ്റലി ഓണസ്റ്റ്ലി, ഞാൻ ഈ പട്ടത്ത് സഭകളെ അവരുടെ ഡോക്ടറിനെയാണ് ഞാൻ എതിർക്കുന്നത്. Certainly, I reject their doctrine because doctrinally they are wrong. പക്ഷെങ്കിൽ ക്രിസ്ത്യൻ ബിഹേവിയർ എന്നൊരു ക്രിസ്ത്യൻ ബിഹേവിയർ എന്ന കാര്യം പറയുമ്പോൾ മർത്തോമ സഭയിലൊക്കെ വിശുദ്ധ കുർബാന ചൊല്ലുന്ന അച്ഛൻ്റെ ആ വാക്കിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹത്തിൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും ഉള്ള ആ ഒരു ഗൗരവം ഉണ്ടല്ലോ, ആ ദൈവഭയം, ആ ദൈവഭക്തി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. കത്തോലിക്കന് പിന്നെ പറയാൻ വേണ്ട, നോബഡി ക്യാൻ കം എനിവെയർ നിയർ ദം. ദൈവഭയം എന്നുള്ളതിനെ പറ്റി. അപ്പം പട്ടത്ത് സഭകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായ ഡിക്കറം. ഞാൻ ജനിച്ചതേ ഉള്ളൂ മർത്തോമായിൽ, വളർന്നതെല്ലാം പെന്തക്കോസിലാണ്. ആ കാലത്ത് ഞങ്ങളുടെ സഭയിലിരിക്കുന്ന പാസ്റ്റർമാർ അവർ ശുശ്രൂഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ദി ആബ്സല്യൂട്ട് ഫിയർ ഓഫ് ഗോഡ്. ഒന്നാമത്തെ കാര്യം, മുട്ടയിൽ നിൽക്കും. മുട്ടയിൽ നിന്ന് കൈകൂപ്പി കണ്ണടച്ച് മാത്രമേ ആരാധനയുടെ ക്രമങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങത്തുള്ളൂ. ഇന്ന് ഒരെണ്ണത്തിനെ കാണാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ റാവുക്കയും വിട്ടുകൊണ്ട് എന്തൊക്കെയിട്ടുണ്ട് വരുന്നതിനെ പറയാൻ വേണ്ടല്ലോ. ഓക്കെ, അപ്പം പെന്തക്കോസ്റ്റിന്റെ പേരിലാണ് ഈ സംഗതികൾ മുഴുവൻ നടക്കുന്നത്. അപ്പോ ഒരു വലിയ കൂട്ടം സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, കുറേക്കൂടെ പ്രത്യേകിച്ച് ഭൗതികവും സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, രോഗികളായവർ, ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയാവുന്നവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇംഗ്ലീഷിൽ തന്നെ വൾണറബിൾ പീപ്പിൾ എന്ന് പറയും. ഈ വൾണറബിൾ പീപ്പിളിന് ഒരു കാലത്ത് ആശ്രയമായിരുന്നത് കത്തോലിക്ക സഭയും അത് കഴിഞ്ഞാൽ പിന്നെ പെന്തക്കോസ്തുകാരുമായിരുന്നു. കത്തോലിക്കര് ചെയ്യുന്നത് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെ ചെയ്യും. ദാറ്റ് വാസ് എ വെരി ഗുഡ് തിങ്. റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ മറ്റ് പട്ടത്ത് സഭകളൊക്കെ, മർത്തോമ സഭയായാലും CSA ആയാലും പിന്നെ CMSും യാക്കോബ സഭകളും ഒക്കെ വളരെ മുന്നിലായിരുന്നു, സംശയമുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ കൂടെ ഇരുന്ന് പ്രശ്നങ്ങൾ കേട്ട് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ച്, നിന്റെ വിടുതൽ, നിന്റെ രോഗശാന്തി കണ്ടിട്ടേ ഞങ്ങൾ തിരിച്ചു മാറത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവന്റെ പ്രശ്നങ്ങളിൽ നീറ് കടിക്കുമ്പോൾ കടിക്കുക, എന്നിട്ട് പോകത്തില്ല. അവിടെ കുത്തിയിരുന്ന് പട്ടിണി ഇരുന്ന് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ച് ഇവനെ ആ പ്രശ്നത്തിൽ നിന്ന് റിലീസ് ആക്കാതെ പെന്തക്കോസ്തുകാർ പോകത്തില്ല. വാട്ട് എ ട്രെമൻഡസ് സർവീസ്. അതാണ് പെന്തക്കോസ്തുകാരുടെ ഒരു കാലത്ത് ചെയ്തത്. അപ്പം യാക്കോബായിലും ഇതര പട്ടത്ത് സഭകളിലൊക്കെ ഉള്ള ഒരു വീട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടായി. ചില ഫൈനാൻസ് കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയുന്നതല്ല. ഒരു സീരിയസ് സിക്നസ്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, എത്രയോ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ഈ പെന്തക്കോസ്തുകാർ ധൈര്യമായിട്ട് ഇടിച്ചും കയറുക. എന്നിട്ടോ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നം പരിഹരിക്കാതെ പോകത്തില്ല. അങ്ങനത്തെ കരച്ചില്ല. കാരണം ദൈവത്തിന് പറഞ്ഞാൽ യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ എന്നാണ്.
ഈ വീട്ടിൽ കയറിയിരുന്ന് തൻ്റെ ആരുമല്ല, ബന്ധുവോ മിത്രമോ രക്തബന്ധമോ ഒന്നുമല്ല. അങ്ങനെ വീട്ടിൽ ഒരു പെന്തക്കോസ്തുകാർ പാസ്റ്ററും ഭാര്യയും പിന്നെ രണ്ടൊന്ന് വിശ്വാസങ്ങൾ പോയി ഈ തറയെ പായിട്ടിരുന്നിട്ട് ഇവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ട് ചിലതാണ് പച്ച വെള്ളം കുടിക്കാത്ത ഉപവാസമാണ്. കരച്ചിൽ 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 എന്തോ കരച്ചില. ആ കരച്ചിലിന് മുമ്പിൽ ദൈവത്തിന് ഇറങ്ങി വരാതിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പ്രശ്നത്തിൽ വലിച്ചിറക്കി കൊണ്ടുവരും. എന്നിട്ട് ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാർ മാറത്തുള്ളൂ. അങ്ങനത്തെ നീറുകളായിരുന്നു. ഇതാണ് ഒരു കാലത്ത് പെന്തക്കോസ്റ്റിലേക്ക് ആളുകളെ പ്രേരിപ്പിച്ച വിട്ട ഘടകം. എനിക്കൊരു 2 വയസ്സോ 2.5 വയസ്സോ ആയിട്ടുള്ളപ്പോഴാണ് എനിക്കൊരു ഫിറ്റ്സ് ഉണ്ടായി. ഫിറ്റ്സ് ഉണ്ടായപ്പം പെട്ടെന്ന് എൻ്റെ അനക്കമെല്ലാം നിന്നു. പിള്ളേർ പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുന്ന ഒരു കാലമാണല്ലോ അന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞു. ഞങ്ങളന്ന് മർത്തോമായിലാണ്. അപ്പോൾ അവിടെ ഒരു IPC ചർച്ച് അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു പാസ്റ്റർ വന്ന് ഇതുപോലെ ചെറിയ കൂടാരമൊക്കെ ഉണ്ടാക്കി അവിടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുക. അപ്പോൾ ഒരാൾ വരും, തങ്കച്ച, എൻ്റെ ഫാദറിൻ്റെ പേര് തങ്കച്ച, നിന്റെ മോനെ അവിടെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ ഇയാൾ ചിലപ്പം ജീവിപ്പിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് ഇവിടെ പോയി പാസ്റ്റർ കയ്യിലോട്ട് എടുത്തു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ തുമ്മി, കണ്ണൊക്കെ തുറന്നു. അപ്പൊ അതുവരെ എനിക്ക് വിശ്വാസം പോലും ഇല്ല. ഉടനെ പാസ്റ്റർ നോക്ക്, തങ്കച്ച, നിന്റെ മോനെ ദൈവമല്ലയോ ജീവനിലേക്ക് കൊണ്ടുവന്നത്? ആ കർത്താവിനെ സേവിക്കുന്നതിനുണ്ട് നീ സ്നാനപ്പെട്ട് പെന്തക്കോസ്തി വരണം. അന്ന് വരെ അമ്മ പറയും ഒരു 150-200 ബീഡി ഒരു രാത്രി വലിച്ചു തീർക്കും, ബീഡിയാണെങ്കിൽ. പിന്നെ 2 സ്മോൾ അടിക്കുന്ന കാര്യം ഒന്നും എടുത്ത് പറയുന്നില്ല ഇവിടെ. അണ്ടർസ്റ്റുഡ്. അന്ന് അച്ഛൻ സ്നാനപ്പെട്ടു. അതിനുശേഷം മരിക്കുന്നവരെ ഒരു സംഗതി പിന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഒരു സ്പെസിഫിക് ആയ ഒരു റിലീസ്, ഒരു ഹീലിംഗ്, ഒരു ഡെലിവറൻസ് ഒരാളിൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ അയാള് അത് ഏറ്റെടുക്കാതിരിക്കാൻ കഴിയത്തില്ല. ആ ദൈവത്തെ ഈ വിടുതലിന് കാരണമായി ഉപദേശിച്ച് പറയുന്ന രീതിയിൽ അനുസരിക്കാതിരിക്കാനും പറ്റത്തില്ല. That's how my personal family became Pentecostals. So coming to the point, അത് മുഴുവൻ സാത്താൻ ദുരുപയോഗപ്പെടുത്തി പൈശാചിക കൂട്ടായ്മകൾ അവിടെ രൂപാന്തരപ്പെട്ട്, നമ്പർ 1, ദൈവത്തിന്റെ നാമം അപമാനത്തിനിരയാകുന്നു. നിങ്ങൾ നിമിത്തം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടാനിടയാകും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം തീർത്തിയിട്ട് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ഈ ന്യൂജൻ കാരണം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടാനിടയാകുന്നു. വൈഡർ ക്രിസ്ത്യൻ വേൾഡ്, ബാക്കിയുള്ള ട്രഡീഷണൽ പെന്തക്കോസ്റ്റുകാരും ബാക്കി എല്ലാവരും പരിശുദ്ധാത്മാക്കളാണെന്നല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. നോ, ഐ ഡോണ്ട് മീൻ ദാറ്റ്. കാരണം ഈ ജീർണതയില്ലാത്ത ഒരു പ്രസ്ഥാനവും ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രസ്ഥാനവും ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല ജീർണതയില്ലാത്ത, അല്ലെങ്കിൽ തെറ്റില്ലാത്ത, കുറവില്ലാത്ത ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല. അതല്ല എൻ്റെ പ്രതിപാദ്യ വിഷയം ഇവര്. അപ്പോ ഈ മിറക്കിൾ മേർച്ചൻസ് സ്വയം പരിചയപ്പെടുന്ന ഇവര് ഈ കാണിക്കുന്ന മഹാവഞ്ചന ഉണ്ടല്ലോ, ഏത്? 1, സ്ത്രീകളെ വഷളാക്കുന്നത് ലാർജ് സ്കെയിൽ. 2, കുടുംബങ്ങളെ തകർത്ത് കളയുന്നത്. 3, ഭൗതികമായ മനുഷ്യനെ പറ്റിക്കുന്നത്, കളിപ്പിക്കുന്നത്. 4, ക്രിസ്ത്യാനിറ്റി എന്ന ആ മഹത്തായ ഫെയ്ത്തിനെ നശിപ്പിച്ചു കളയുന്നത്. 5, പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനങ്ങൾക്ക് ദുഷ്പേരുണ്ടാക്കുന്നത്. ഇത് സമൂഹത്തിൽ ഇന്ന് ആഴത്തിൽ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് സൊല്യൂഷൻ? ഒരുപാട് പേരും ഞാനല്ലല്ലോ ചെയ്തത്, ഞങ്ങളുടെ സഭക്കാരല്ലല്ലോ, ഞങ്ങൾ IPCക്കാരാണല്ലോ, ഞങ്ങൾ ഷാരോനാണല്ലോ, AG ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫോർ ദ ടൈം ബീയിങ് മാറി നിൽക്കാം. ഫോർ ദ ടൈം ബീയിങ്. പക്ഷെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറ്റകരമായ ഈ മൗനത അതുകൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ സമൂഹത്തെ അബദ്ധത്തിലേക്കും നാശത്തിലേക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം,
ആ ജീർണത നമ്മളെ ബാധിച്ചിട്ട്, മറ്റുള്ളവരെ ബാധിച്ചിട്ട്, ഇതെല്ലാം അവസാനം ഒരു ക്ലാസ്സിലായിട്ട് അങ്ങ് തീരും. ഇതിനെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കും. ഈ കൂട്ടിനെ നമുക്ക് വിളിക്കേണ്ട ചത്ത ഈച്ചകൾ എന്നാണ്. ഇനി അടുത്തത്, ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ്. ഈ നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിനെപ്പറ്റി വ്യക്തമായ ഗൈഡൻസ് അപ്പോസ്തലനായ പൗലോസ് തന്നിട്ടുണ്ട്. താൻ പറയുന്ന, ഒന്ന്, ഭരണാധികാരികൾക്കും നിയമങ്ങൾക്കും നാം കീഴ്പ്പെട്ടിരിക്കണം. ചില ഭരണാധികാരികൾ മൂർഖന്മാരാണെന്ന് തോന്നും, അവർക്കും കീഴ്പ്പെട്ടിരിക്കണം. കാരണം അവരുടെ മൂർഖ സ്വഭാവം കൊണ്ട് ചില ദുഷ്ടന്മാരെ കീഴടക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ദൈവം അവർക്ക് ഭരണാധികാരി ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അവർ കീഴടങ്ങിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തെ, ആസ്യഹോൾ സമൂഹത്തെ കാർന്നു വരുന്ന ഈ ദുഷ്പ്രവണതകളെ പറ്റി വ്യക്തമായ സ്റ്റഡി ഉണ്ടായിരിക്കണം. വ്യക്തമായ സ്റ്റഡിയും വളരെ ക്ലിയറായ റൈറ്റപ്പ് ആൻഡ് റിപ്പോർട്ട്സ് ഉണ്ടാക്കണം. മൂന്നാമത്തെ കാര്യം, ഇതിനകത്തെ കള്ളനാണയങ്ങളെ മുഴുവൻ ഹൈലൈറ്റ് ചെയ്ത്, ബിക്കോസ് ഓഫ് സച്ച് റീസൺസ് ദോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ സെന്ററുകൾ ഇവിടെ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം ഇത് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്. അതുകൊണ്ട് ഇവർക്ക് ഇവിടെ ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുക്കരുത്, പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്നുള്ള കാര്യം ഭരിക്കുന്ന ജനാധിപത്യ ഗവൺമെന്റുകളെയും, രണ്ട്, ഗവൺമെന്റ് മെഷീനറികളെയും അറിയിക്കണം. ഗവൺമെന്റ് മെഷീനറി എന്ന് പറയുമ്പോൾ, ഒന്ന്, പോലീസ്, രണ്ട്, കോർട്ട്, മൂന്ന്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്. ഇവരെയൊക്കെ അലേർട്ട് ചെയ്യണം. ഇനി ഇതൊക്കെ, ഈ കാണുന്ന സംഗതികളൊക്കെ എന്തുകൊണ്ട് തെറ്റാണെന്നുള്ളത് വ്യക്തമായി തെളിയിക്കുന്ന രീതിയിലുള്ള, ഇപ്പം ഞാൻ ചെയ്തതുപോലെയുള്ള, ഞാനൊരു എക്സോസ്റ്റീവായ സ്റ്റഡി ഒന്നല്ല, ഞാൻ സർഫസ് ലെവലിൽ നിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് എക്സ്പോസ് ചെയ്യണം. ഇന്ന കക്ഷികൾ ശരിയല്ല, തെറ്റാണെന്ന് പറയണം. ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ക്രിസ്ത്യൻ ചേർച്ചസിന്റെ റെക്കഗ്നേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ഇല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ഗവൺമെന്റ് നിയമമാക്കി കൊണ്ടുവരണം. ഗവൺമെന്റ് നിയമമാക്കണം. പറ്റത്തില്ല. അത് ഡിസ്ട്രിക്ട് ബൈ ഡിസ്ട്രിക്ട് ആണ് എടുക്കേണ്ടത്, വില്ലേജസ് ബൈ വില്ലേജസ് ആണ് എടുക്കേണ്ടത്. അവിടെ സുവിശേഷത്തിന്റെ പേരിൽ ബൈബിളും പൊക്കി പിടിച്ചുകൊണ്ട് ഒരു പൈശാചി സെന്റർ തുടങ്ങാൻ വരുന്നുടനെ ആദ്യം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് അവർക്ക് കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച്, ബേസ്ഡ് ഓൺ സച്ച് തിങ്സ്, ക്യാൻ ദിസ് ഓർഗനൈസേഷൻസ് ആൻഡ് ദിസ് മാൻ ഫങ്ഷൻ ഹിയർ വിത്ത് ദിസ് പൈശാചിക കൂട്ടായ്മ. ഇവന്റെ ഈ പൈശാചി സെന്ററിന് ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കണോ? അത് പോലീസും ലോക്കൽ സെൽഫ് ഗവൺമെന്റും കൂടെ ഇരുന്ന് തീരുമാനിക്കുകയും ഇനി ആ ദേശത്തെ ഓൾറെഡി എക്സിസ്റ്റന്റ് ആയ ദൈവസഭകളെ അലേർട്ട് ചെയ്യുകയും ചെയ്യണം. ഇതാ നിങ്ങളുടെ പേരിലാണ് ഒരുത്തൻ ഇറങ്ങിയിരിക്കുന്നത്, ഇതാ പെന്തക്കോസിന്റെ പേരിലാണ് ഒരുത്തൻ ഇവിടെ ഒരു സംഗതി തുടങ്ങിയിരിക്കുന്നത്. ഈസ് ഇറ്റ് ഓക്കെ? ക്യാൻ ഹി ഫങ്ഷൻ ഹിയർ എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യമുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. വിശ്വാസ സ്വാതന്ത്ര്യം, വിശ്വാസ പ്രചരണ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം ഇതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെങ്കിൽ അതിൻ്റെ പേരിൽ ജനത്തെ പറ്റിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഇല്ല സ്നേഹിത. നിനക്ക് നീ വിശ്വസിക്കാം. അതിനെയും അത് പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ you have to get the consent from the concerned government bodies concerned, from the local self government bodies concerned, from agencies like police and the court concerned. അവിടെ പോയിട്ട് you have to submit who you are.
ഈ പൈശാചിക കേന്ദ്രം തുടങ്ങുന്നതിന് മുമ്പേ, കൂട്ടായ്മ, പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങുന്നതിന് മുമ്പ് ലോക്കൽ ബോഡിയിൽ നിന്ന്, ഗവൺമെന്റിൽ നിന്ന് നീ അതിനുള്ള പെർമിഷൻ മേടിക്കണം. പെർമിഷൻ മേടിക്കണമെങ്കിൽ ഗവൺമെന്റും എക്സിസ്റ്റിംഗ് രജിസ്റ്റേർഡ് ചർച്ചസും കൂടെ ചേർന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായ ചില ഫോർമാറ്റുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിനുള്ളിൽ നീ വരുന്നു എങ്കിൽ മാത്രമേ നിനക്ക് ഇതിനുള്ള പെർമിഷൻ ഉള്ളൂ. കാരണം വിശ്വാസം എന്നുള്ള ആ സോഫ്റ്റ് കോർണർ ഉപയോഗിച്ചുകൊണ്ട്, റിലീജിയസ് ഫെയ്ത്ത് എന്നത് ഈ വിശ്വാസം എന്ന സോഫ്റ്റ് കോർണർ ഉപയോഗിച്ചുകൊണ്ട് വൾണറബിളായ ആളുകളെ നീ പറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതുകൊണ്ട് യു ഹാവ് നോ പെർമിഷൻ ഫോർ ഡൂയിങ് ഇറ്റ്, യു ഹാവ് നോ പെർമിഷൻ ഫോർ ഡൂയിങ് ഇറ്റ് എന്ന് നിയമം മൂലം ഈ സകല പൈശാചിക കൂട്ടായ്മകളെ നിയന്ത്രിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അകറ്റി നിർത്തേണ്ടതാണ്. ഇനി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നവരെയോ തുടച്ചു മാറ്റേണ്ടതാണ്. കാരണം തുടങ്ങുമ്പോൾ ഇവരെല്ലാം ദൈവദൂതന്മാരാണ്. കാരണം സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുമെന്ന തുടങ്ങുമ്പോൾ എല്ലാവരും ദൈവദൂതന്മാരാണ്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേ ഇവൻ ആരാന്ന്, ഇവന്റെ ശരിയായ സ്വഭാവം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ ചെറിയ കേരളത്തിൽ മാത്രമല്ല ഈ പ്രോബ്ലം ഉള്ളത്. വേൾഡ് വൈഡ് വലിയ മിഷണറി മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞ് നടന്ന് ഇൻഡിപെൻഡന്റ് ഫ്ലൈറ്റിൽ, സ്വന്തം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഈ സുവിശേഷ വേലയുടെ മിറക്കിളുണ്ട്, മിറക്കിൾ മെർച്ചൻസ്. പിന്നീട് ദൈവത്തിനും ദൈവനാമത്തിനും വിശുദ്ധ വേദപുസ്തകത്തിനും ക്രിസ്തീയ സമൂഹത്തിനും വരുത്തിയിട്ടുള്ള അപമാനവും ക്ഷതവും ചെറുതല്ല. സോ ഈ സമയത്ത് എസ്റ്റാബ്ലിഷ് ചർച്ചസ്, ഞാൻ മാർത്തോമ, യാക്കോബ് തുടങ്ങിയ എപ്പിസ്കോപ്പൽ ചർച്ചസ് വിടുക. അവരോട് നമുക്ക് ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അതിനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള it's none of our business. They know how to behave. പക്ഷേ കൂണുപോലെ വിളച്ചു വരുന്ന ഈ പൈശാചിക കൂട്ടായ്മകൾ, അവർ മർത്തോമ എന്ന്, യാക്കോ എന്നൊന്നും പറഞ്ഞല്ല വരുന്നത്. അവരുപയോഗിക്കുന്ന ഒറ്റ വേർഡ് പെന്തക്കോസ്തും പ്രവാചകനും അത്ഭുത രോഗശാന്തിക്കാരനും പാസ്റ്റർ എന്നുമുള്ള ടൈറ്റിൽസ് ആണ്. ഇത്തരം ടൈറ്റിൽസ് ഉപയോഗിച്ച് ഇമാതിരി കാര്യങ്ങൾ നടത്തുന്ന ആളുകളെ നിയമം മൂലം വിലക്കുന്നതിന്, ഗവൺമെന്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയും പബ്ലിക്കിന് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയും എസ്റ്റാബ്ലിഷ്ഡ് പെൻഡക്കോസ്റ്റൽ ചർച്ചസ്, നിയമപരമായി പ്രവർത്തിക്കുന്ന എസ്റ്റാബ്ലിഷ് പെൻഡക്കോസ്റ്റൽ ചർച്ചസ് അതിന്റെ ലീഡർഷിപ്പ് മുൻപോട്ട് വന്നില്ല എങ്കിൽ രണ്ടു തരം സിൻ അല്ലെങ്കിൽ പാപം എന്ന് പറഞ്ഞാൽ രണ്ടു തരമാണ്. ഒന്ന് സിൻ ഓഫ് കമ്മീഷൻസ് എന്ന് പറഞ്ഞാൽ നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നീ ചെയ്തു, അതാണ് സിൻ ഓഫ് കമ്മീഷൻസ്. രണ്ട് സിൻ ഓഫ് ഒമിഷൻസ്, നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്തില്ല. ഒരുത്തൻ ഒരു ഭവനഭേദം നടന്ന് ഞാൻ കണ്ടു, ഞാനെന്ത് ചെയ്യേണ്ടത്? എനിക്ക് അവനെ പോയി തടയാൻ നോക്കില്ല. ഐ കുഡ് ബി എ വിസിൽ ബ്ലോവർ. ഞാൻ വിളിച്ചു ദാ അവൻ വീട് മുറിക്ക് കയറുന്നു, ഇത് വിളിച്ചു പറയണം. വിസിൽ ബ്ലോയിങ് ചെയ്യാതിരുന്നാലോ ഇറ്റ്സ് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ ക്രൈം. അപ്പോൾ പെന്തക്കോസ്തുകാർ ചർച്ച് ലീഡർഷിപ്പ് ഇത്തരം പൈശാചിക കൂട്ടായ്മയുടെ വളർച്ചയിൽ അനങ്ങാതിരിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്, വളരെ ശിക്ഷാർഹമായ ഒരു പാപമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് എന്നെ നല്ല കടുത്ത ഭാഷയിൽ ചീത്ത പറയാൻ എല്ലാവരും തയ്യാറാകുമെന്ന് വിശ്വസിക്കുന്നു. See you later.